നമ്മുടെ ചാപ്റ്റർ 4 ന്യൂ നമ്പേഴ്സിലെ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പോർഷനാണ് പഠിക്കാൻ പോണത്. നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ ABC. അതിന്റെ രണ്ട് സൈഡ്സിന്റെ ലെങ്ത് 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ തേർഡ് സൈഡ് അല്ലെങ്കിൽ അതിന്റെ ഹൈപ്പോട്ന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് AC എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്നാണ്. അപ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 2 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് AC സ്ക്വയർ ആണ് കിട്ടിയേക്കുന്നത്. നമുക്ക് AC ആണല്ലേ വേണ്ടത്. അപ്പോൾ AC എന്ന് പറയണത് AC സ്ക്വയറിന്റെ റൂട്ട്, അതായത് √2 ആണ് AC എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത്. ഇനി നമുക്ക് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ട്രയാങ്കിളിലെ 3 സൈഡ്സിന്റെ ലെങ്ത് അറിയാമെങ്കിൽ പെരിമീറ്റർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് 3 സൈഡ്സിന്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്താൽ മതി നമുക്ക് പെരിമീറ്റർ കിട്ടണമെങ്കിൽ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് 1 + 1 + √2 ഈക്വൽസ് ടു 2 + √2 മീറ്റർ എന്ന് കിട്ടി. ഇനി √2ന്റെ വാല്യൂ 1.4 അല്ലെങ്കിൽ 1.41 അല്ലെങ്കിൽ ന്റെ വാല്യൂ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 2ന്റെ ഒപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് 2 ഡെസിമൽ അല്ലെങ്കിൽ കറക്റ്റ് 3 ഡെസിമൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ √2ന്റെ വാല്യൂ അതനുസരിച്ച് എടുക്കണം. അപ്പോൾ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് 3.4 അല്ലെങ്കിൽ 3.41 അല്ലെങ്കിൽ 3.414 മീറ്റർ എന്ന് പറഞ്ഞ് നമ്മൾക്ക് കിട്ടി. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ABC എന്ന് പറയുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. AD എന്ന് പറയുന്ന ഒരു ലൈൻ വേർട്ടെക്സിലൂടെ പാസ് ചെയ്തത് വഴി ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനെ ABD എന്നും ADC എന്ന് പറയുന്ന 2 ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABD അഥവാ ADC എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ട്രയാങ്കിളുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിളുടെ പെരിമീറ്ററും ABD അല്ലെങ്കിൽ ADC എന്ന് പറയുന്ന ട്രയാങ്കിളുടെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം AB എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്നും BD എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്നും. ഈ 1 മീറ്റർ എനിക്ക് കിട്ടിയത് BC എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്ന് നമ്മൾക്കറിയാം. അതിനെ നമ്മൾ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ BD എന്ന് പറയുന്നതും DC എന്ന് പറയുന്നതും 1 മീറ്റർ ആവും. അങ്ങനെ BD എന്ന് പറയുന്നത് 1 മീറ്റർ ആയിട്ട് കിട്ടി. നമ്മൾക്ക് ഇനി AD എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് AD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ. അങ്ങനെ AD സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 3 എന്ന് കിട്ടും. നമുക്ക് AD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ AD എന്ന് പറയുന്നത് √3 മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABD കണ്ടുപിടിക്കാം. 3 സൈഡ്സിന്റെ ലെങ്ത് അറിയാം. സോ 2 + 1 + √3 അങ്ങനെ നമുക്ക് 3 + √3 എന്ന് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABD കിട്ടും. ഇനി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ വോൾ ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പെരിമീറ്റർ ഓഫ് വോൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ 3 സൈഡ്സിന്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്യുക. 2 + 2 + 2 അങ്ങനെ നമുക്ക് 6 മീറ്റർ എന്ന് കിട്ടും. ഡിഫറൻസിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് വലിയ ട്രയാങ്കിളായ ABCന്റെ പെരിമീറ്ററിൽ നിന്ന് ചെറിയ ട്രയാങ്കിളായ ABD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ മൈനസ് ചെയ്താൽ മതി. സോ 6 - 3 + √3. നമ്മളിനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 6 - 3 - √3 എന്ന് കിട്ടും. 6 - 3 3 ആണെന്നറിയാം. സോ 3 - √3. ഇനി √3ക്ക് നമ്മൾ 1.73 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 - 1.73 അങ്ങനെ 1.27 മീറ്റർ എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. റൂട്ട് വരുമ്പോൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു അതാണ് ഈ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് വെച്ച് ഒരു സ്ക്വയർ ഫോം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഓരോ വശവും √2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണ്? അത് √2ന്റെ 4 മടങ്ങാണ്. ഈ സംഖ്യയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ കാണുവാൻ √2ന് 1.414 കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് 5.656 എക്സെട്ര മീറ്റർ എന്ന് ലഭിക്കും. അടുത്തതായി ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. 2 മീറ്റർ സൈഡുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നെടുങ്ങനെ മുറിച്ച് റീഅറേഞ്ച് ചെയ്ത് ഫോം ചെയ്ത ഒരു റെക്റ്റാങ്കിൾ ആണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്.
ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് √2 മീറ്ററും ബേസ് 1 മീറ്ററും ആകുന്നു എന്ന് നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? 2 × L+B. വാല്യൂ എടുത്ത് പറയുമ്പോൾ 2√3 + 2. അപ്പോൾ ഈ ഒരു സംഖ്യയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം തന്നെ √3യുടെ ഒരു ഏകദേശ വാല്യൂ എന്ന് പറയുന്നത് 1.7, 1.73, 1.732, 3 ഡെസിമൽ വരെ മതിയാകും. ഇനി നമുക്കിതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 3.4, 3.46, 3.464 എക്സെട്ര എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5.4, 5.46, 5.464 എക്സെട്ര എന്ന് കിട്ടും. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്നത് 5.464 മീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. 2√3 + 2വിനെ നമുക്ക് 2 × √3 + 1 എന്നും എഴുതാൻ സാധിക്കുമോ? ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അതിനായി ഫസ്റ്റ് തന്നെ √3യുടെ ഏകദേശ വാല്യൂ കണക്കാക്കാം. അതിനോടൊപ്പം 1 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2.7, 2.73, 2.732 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 5.4, 5.46, 5.464 എന്ന് കിട്ടും. ഈ 2 ടേബിളിൻ്റെയും അവസാന വാല്യൂ നമുക്ക് തുല്യമാണെന്ന് കാണാം. അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2√3 + 2വിനെ 2 × √3 + 1 എന്നും എഴുതാം. അടുത്തതായി √3 മീറ്ററും √2 മീറ്ററും വശങ്ങളായി വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് √3 × √2 ആണ്. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. ആദ്യം തന്നെ √3യുടെ ഏകദേശ വാല്യൂ 5 ഡെസിമൽ വരെ കണക്കാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ √2വിൻ്റെയും ഏരിയ എന്നത് √3 × √2 ആണ്. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ടേബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. 2.44948 മീറ്റർ സ്ക്വയർ. ഇതിലെ ആദ്യത്തെ ടേബിൾ നമ്മൾ മുന്നേ കണ്ടതാണ്. ആദ്യത്തെ ടേബിളിലെ വാല്യൂസിനെ സ്ക്വയർ ചെയ്തതാണ് രണ്ടാമത്തെ ടേബിൾ. രണ്ടാമത്തെ ടേബിളിലെ ആദ്യത്തെ വരി ശ്രദ്ധിക്കുക. 1.7 സ്ക്വയർ, 1.73 സ്ക്വയർ, 1.732 സ്ക്വയർ എന്നിങ്ങനെ ചെയ്തു പോകുമ്പോൾ അത് 3നോട് അടുക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ 1.4 സ്ക്വയർ, 1.41 സ്ക്വയർ തുടർന്ന് ചെയ്യുമ്പോഴും അത് 2നോട് അടുക്കുന്നതായിട്ട് കാണാം. 2.44948 സ്ക്വയർ 6നോട് അടുക്കുകയും √6 എന്ന് പറയുന്നത് 2.44948നോട് ഈക്വൽ ആകുന്നത് കാണാം. ഈ വാല്യൂ √3 × √2നോട് ഈക്വൽ ആണെന്ന് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? √6 എന്നത് √3 × √2 ആണ്. ജനറലി 2 റൂട്ടുകളുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂട്ടിന് ഈക്വൽ ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. √3 × √12. 3 × 12 എന്താണ്? 36. 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലംസും എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ന്യൂ നമ്പേഴ്സിലെ ഡിവിഷൻ എന്ന സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. 2 × 3 = 6 ആണെന്ന് നമുക്കറിയാം. ഇത് ഡിവിഷൻ്റെ ഫോമിൽ എഴുതുമ്പോഴേക്കും 6/2 = 3 എന്നും 6/3 = 2 എന്നും എഴുതാം. അപ്പോൾ ഇനി നമ്മൾ ന്യൂ നമ്പേഴ്സ് സ്ക്വയർ റൂട്ട്സ് വരുമ്പോൾ ഡിവിഷൻ ഏത് ഫോമിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ √2 × √3 = √6 ആണെന്നറിയാം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √6 / √2 = √3 എന്നും √6 / √3 = √2 എന്ന് എഴുതാം. അപ്പോൾ ജനറലി 2, 3, 6നെ നമുക്ക് XY Z എന്ന് പരിഗണിക്കുകയാണെങ്കിൽ √Z / √x = √y എന്നും √Z / √y = √x എന്നും എഴുതാം. അപ്പോൾ ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ട് √1/2. √1/2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? √1 / √2 തന്നെയാണ്. അപ്പോൾ √1ൻ്റെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ 1/√2.
ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഡിവൈഡഡ് ബൈ √2ൻ്റെ ഏകദേശ വാല്യൂ ആയ 1.414 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 0.707 എന്ന് കിട്ടും. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ്. കാൽക്കുലേറ്ററിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്കിത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1/2 എന്ന് പറയുന്നത് 2/4 ഈക്വലാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് √1/2 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആ 1/2ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2/4 ഇട്ട് കൊടുക്കാം. അപ്പോൾ √2/4 എന്ന് പറയുന്നത് √2 ഡിവൈഡഡ് ബൈ √4 ഈക്വലാണ്. ഇത് √2 ഡിവൈഡഡ് ബൈ 2 ഈക്വലാണ്. അപ്പം √2ൻ്റെ ഏകദേശ വാല്യൂ ആയ 1.414 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് 0.707 എന്ന് കിട്ടും. ഇത് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ കേട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.